വെൽക്കം ടു ടൈം ഫോർ ബാങ്ക് SSC മലയാളം യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജൂലൈ 17 മുതൽ 24 വരെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇനി നമുക്ക് ഇപ്പോൾ IBPS PO SBI PO എക്സാംസ് ഓഗസ്റ്റിൽ വരികയാണ്. SBI PO ന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻസിനൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ എല്ലാവരും കറണ്ട് അഫയേഴ്സ് നന്നായി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് കഴിഞ്ഞ വീക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. എന്നാണ് നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ എന്നാണ് ചോദ്യം. To honor the late South African leader's birth anniversary and his lifelong commitment to human rights, equality and social justice. അപ്പോൾ എന്നാണ് നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ഒബ്സർവ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ ഓപ്ഷൻസിൽ ജൂലൈയിൽ തന്നെ കുറച്ച് ഡേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. 17, 19, 15, 16, 18 ഇങ്ങനെ ഡേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു ആളാണ് നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞ വ്യക്തി. നമുക്കറിയാം, അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു അപ്പാർത്തൈഡ് സിസ്റ്റം എന്നുണ്ട്. ആ സിസ്റ്റത്തിനെതിരെ പോരാടി 27 വർഷത്തോളം ജയിലിൽ കിടന്ന ഒരു മഹാനാണ് നെൽസൺ മണ്ടേല. അപ്പോ അദ്ദേഹത്തിന്റെ നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ, അത് UN ആണ് ആ ഒരു ഡേ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എന്നാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ഈ ഒരു ആൻസർ നമുക്കിത് കറക്റ്റ് ഫാക്ച്വലി അറിയെങ്കിൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആൻസറിലോട്ട് പോവാം. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോ നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 18th ജൂലൈ ആണ് നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ. അപ്പോ ഓക്കെ, നെൽസൺ മണ്ടേല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. ജൂലൈ 18th ആണ് നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ. ഞാൻ ഓൾറെഡി പറഞ്ഞു, യുണൈറ്റഡ് നേഷൻസ് ആണ് 2009 ഇന്റർനാഷണൽ ഡേ ആയിട്ട് നെൽസൺ മണ്ടേല ഡേ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോ ഈ ഒരു വർഷം the day encourages people to dedicate 67 minutes of service to their communities, representing the 67 years of Mandela spent fighting human rights. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി അദ്ദേഹം, ഞാൻ പറഞ്ഞു ഓൾറെഡി 27 years ആണ് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മൊത്തം 67 വർഷത്തോളം അദ്ദേഹം ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി 67 മിനിറ്റ്സ് എന്തെങ്കിലും കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ ചെയ്തിട്ടാണ് ആളുകൾ ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. അപ്പോ നിങ്ങൾ നെൽസൺ മണ്ടേലയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിലരെങ്കിലും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും മണ്ടേല എഫക്ട് എന്ന് പറയും. മണ്ടേല എഫക്ട് എന്താണ്? മണ്ടേല എഫക്ട് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ വിശ്വസിക്കുന്ന ഒരു ഫാൾസ് ഇൻഫർമേഷനെയാണ് മണ്ടേല എഫക്ട് എന്ന് പറയുന്നത്. അപ്പോ നെൽസൺ മണ്ടേല 2013 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോ ഈ ഒരു ടേം വരുന്നതിന് പിന്നിലുള്ള റീസൺ തന്നെ വെച്ചാൽ 90s ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്നു മണ്ടേല മരണപ്പെട്ടു, അദ്ദേഹം ജയിലിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളുകളുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഒരു സൈക്കോളജിക്കൽ ആയിട്ട് ഈ ഒരു ടേം വരുന്നത്, മണ്ടേല എഫക്ട് എന്നുള്ളത്. ഞാൻ അതിന്റെ വേറൊരു എക്സാമ്പിൾ പറയും. പിക്കാച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും. പോക്കിമോൻ എന്ന് പറഞ്ഞ കാർട്ടൂണിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പിക്കാച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ പിക്കാച്ചുവിന്റെ ടെയിലില് ഒരു ബ്ലാക്ക് കളർ പുള്ളി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് കുറെ പേര്. അപ്പൊ അത് ശരിക്കും ഇല്ല അതില്. അപ്പൊ അത് മണ്ടേല എഫക്റ്റിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പിക്കാച്ചുവിന്റെ ടെയിൽ. ഓക്കെ, which two nations signed a landmark civilian nuclear cooperation deal in July 2026? നിങ്ങൾ ന്യൂസ് പേപ്പർ ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. സിവിൽ ന്യൂക്ലിയർ ഡീൽ ആണ്. അത് ആരൊക്കെ തമ്മിലാണെന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് US and Yemen, second one is US and Saudi Arabia, and third option is Israel and US, and fourth option is Israel and Turkey, പിന്നെ ഇറാൻ ആൻഡ് പാകിസ്ഥാൻ. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്ന് ഓപ്ഷൻസിലെ കുറെ ഓപ്ഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ US and Yemen, യുഎസും യമനും അത്ര നല്ലൊരു റിലേഷനിലുള്ള ആൾക്കാരല്ല, അത് നമുക്ക് എടുത്തു കളയാം. പിന്നെ ഇറാൻ ആൻഡ് പാകിസ്ഥാൻ, ഇപ്പോ US പാകിസ്ഥാനും ഒരു അലൈസ് ആണ്. അപ്പൊ US ഇറാനും ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ തന്നെ US ഇറാൻ കോൺഫ്ലിക്റ്റ് ഒക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇറാൻ ആൻഡ് പാകിസ്ഥാനും എടുത്തു കളയാൻ പറ്റും. പിന്നെ ഇസ്രായേൽ ആൻഡ് ടർക്കിയും ഇസ്രായേലും തമ്മിൽ വളരെ മോശമായിട്ടുള്ള റിലേഷൻ ആണ്. ഈവൻ ടർക്കി ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റിലൊക്കെ ഇസ്രായേലിനെതിരെ നിന്നിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ ഇസ്രായേൽ ആൻഡ് ടർക്കി അങ്ങനെ ഒരു സിവിൽ ന്യൂക്ലിയർ കോപ്പറേഷൻ ഡീൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. പിന്നെ ഇസ്രായേൽ ആൻഡ് US ഉണ്ട്, US ആൻഡ് സൗദി അറേബ്യ ഉണ്ട്. ഇവർ രണ്ടുപേരും, ഈ രണ്ട് ഗ്രൂപ്പ്സും അലൈസ് ആണ്. നമുക്കറിയാം ഇസ്രായേൽ ആൻഡ് US ആർ അലൈസ്, ആൻഡ് ലൈക്വൈസ് US ആൻഡ് സൗദി അറേബ്യയും അലൈസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 2026 ഒരു സിവിൽ ന്യൂക്ലിയർ ഡീല് സൈൻ ചെയ്തിരിക്കുന്നത് US ആൻഡ് സൗദി അറേബ്യ ആയിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 30 years ഡീലാണ്. 30 years US സൗദി സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ അഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ സിവിൽ ന്യൂക്ലിയർ, അതായത് മിലിറ്ററി ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂക്ലിയർ ഡീലല്ല, സിവിൽ ന്യൂക്ലിയർ. അപ്പൊ ഈ ന്യൂക്ലിയർ പവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ പവർ യൂസ് ചെയ്യുന്നത് ഈ സിവിലിയൻ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക്, ഇപ്പൊ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് സൗദി അറേബ്യ സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ആൻഡ് മീറ്റ് ഗ്രോയിങ് എനർജി നീഡ്സ്. അപ്പോൾ സൗദി അറേബ്യയുടെ ഗ്രോയിങ് എനർജി നീഡ്സിന് വേണ്ടിയിട്ട് അതുവഴി ഇവർക്ക് ഈ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് ഇവർക്ക് കൂടുതൽ ഓയിൽ ഒക്കെ എടുത്തിട്ട് ആ ഒരു എനർജി നീഡ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു യുഎസും ഇസ്രായേലും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഡീല് സൈൻ ചെയ്തതിന് ശേഷം തന്നെ ട്രംപ് ഒന്ന് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൗദി അറേബ്യ ഷുഡ് ഇസ്രായേലായിട്ട് അവരുടെ റിലേഷൻ ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപ് ലിങ്ക്ഡ് ദ ഡീൽ ടു സൗദി അറേബ്യ നോർമലൈസിംഗ് റിലേഷൻസ് വിത്ത് ഇസ്രായേൽ. സൗദി അറേബ്യയോട് ഇസ്രായേലായിട്ടുള്ള ഒരു ബന്ധം കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്ന് ട്രംപ് പറയും. അത് പിന്നീട് ഒരു വിവാദമായി തീരുകയും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇത് വളരെ ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒന്ന് മാപ്പ് ഒന്ന് നോക്കാം. ഈ ഒരു ജസ്റ്റ് ഒന്ന് മാപ്പ് നോക്കാം. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന, എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഈ ഒരു ഏരിയ എപ്പോഴും ഭയങ്കര എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ദിസ് ഈസ് സൗദി അറേബ്യ. ഇവിടെ കളർ ഓക്കെ, സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ ഏതാ? സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമുക്ക് ഇവിടെ പേർഷ്യൻ ഗൾഫ് വരുന്നുണ്ട്. പേർഷ്യൻ ഗൾഫ്, ദിസ് ഈസ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബിറ്റ്വീൻ പേർഷ്യൻ ഗൾഫ് ആൻഡ് ഗൾഫ് ഓഫ് ഒമാൻ. പേർഷ്യൻ ഗൾഫ് ഇവിടെ ഇറാന്റെ അടുത്താണുള്ളത്. ദിസ് ഈസ് ഒമാൻ. അപ്പോ ദിസ് ഏരിയ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇവിടെയാണ് ഇസ്രായേൽ കിടക്കുന്നത്. ഇസ്രായേലിന്റെ അടുത്ത് തന്നെ പാലസ്തീനിയൻ ടെറിട്ടറീസ് വരുന്നുണ്ട്. ജോർദാൻ, സിറിയ, ജോർദാൻ, ഇറാഖ്, പിന്നെ ഇറാന്റെ ഇപ്പുറത്തെ മുകളിൽ നോർത്തേൺ സൈഡിലായിട്ട് നമുക്ക് കാസ്പിയൻ സീ കാണാൻ പറ്റും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഒരു രാജ്യത്തിന്റെ പേര് നിങ്ങൾ ന്യൂസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ മാപ്പ് ഒന്ന് ഗൂഗിൾ മാപ്പ് ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഇതിന്റെ നൈബറിംഗ് കൺട്രീസ് ഒക്കെ ആരൊക്കെയാണ്, ഇതിന്റെ ക്യാപിറ്റൽ ആരൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് വളരെ ബേസിക് ആയിട്ടൊന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ നമുക്കിത് തന്നെ പഠിക്കും. നമ്മളത് ഒരിക്കലും കാണാതെ പഠിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, 2026 ഒരു സിവിൽ ന്യൂക്ലിയർ അഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് സൈൻ ചെയ്തേക്കുന്നത് US ആൻഡ് സൗദി അറേബ്യ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാണെങ്കിൽ, according to RBI data, India's outward foreign direct investment എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, FDI. നമുക്ക് നോക്കാം. Declined 47.9% year on year to ഡാഷ് എത്രയ്ക്കാണ് കുറഞ്ഞിരിക്കുന്നത് in June 2026 എന്നാണ്. അപ്പോൾ എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വിദേശത്തുള്ള ഒരു വ്യക്തി, വിദേശത്തുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിരിക്കാം, ഒരു വ്യക്തി ആയിരിക്കും, അവർ വന്നിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, FDI എന്ന് പറയുന്നത്. FDI വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എക്കണോമി ആയാലും നമ്മളിപ്പോ ബാങ്കിങ് അവയർനെസ് ആയാലും നമ്മളിപ്പോ ഏതൊരു ഏരിയയിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടായാലും കോർ ടോപ്പിക് റിലേറ്റഡ് ആയാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് FDI. അപ്പൊ ഔട്ട്വേർഡ് FDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് പുറത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഔട്ട്വേർഡ് FDI എന്ന് പറഞ്ഞത്. അപ്പൊ അത് വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷം 2026. ഇപ്പോ നമ്മള് ഓക്കെ, നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് എന്താ 3 billion, 2 billion, 4 billion, 5 billion and 6 billion ആണ്. അപ്പൊ അത് കഴിഞ്ഞ വർഷം ഇപ്പൊ ജൂൺ 2025 ഒക്കെയാണ്, നിങ്ങൾ ജൂൺ 2025 ഇതിന്റെ 5.7 billion ആയിരുന്നു, $billion ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെ കുറഞ്ഞിട്ട് ഈ ഒരു ജൂൺ 2026 ആവുമ്പോഴേക്കും അതൊരു 3 billion എത്തുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ സ്ഥിരം പത്രം വായിക്കണം. സ്ഥിരം പത്രം വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രെൻഡ് മനസ്സിലാവാൻ പറ്റില്ല. ആ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ വർഷം ഇത്രയും 5.7 billion ആയിരുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് കുറഞ്ഞിട്ടുണ്ട്. 6 billion ഒക്കെ നമുക്ക് ഒഴിവാക്കി കളയാം. അപ്പൊ അത് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, പത്രം നിങ്ങൾ എപ്പോഴും നന്നായി വായിക്കണം. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യണം. അത് എങ്ങനെയാണ് വന്നത്, അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which company signed a deal with AI startup Anthropic for tens of billions of dollars worth of AI servers and an investment of
up to $5 billion. ഓക്കെ, ഏത് കമ്പനിയാണ് ആന്ത്രോപിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ഒരു AI സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് NVIDIA ഉണ്ട്, ഇന്റൽ ഉണ്ട്, ബ്രോഡ്കോം ഉണ്ട്, അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ്, ക്വാൾകോം, ഇങ്ങനെ ഒരു 5 ഓപ്ഷൻസ് ആണുള്ളത്. മൈക്രോ ചിപ്പ് സെമി കണ്ടക്ടർ കമ്പനീസ് ഒക്കെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കമ്പനീസ് ആണ്. ഇന്റൽ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് എന്ന് പറഞ്ഞാൽ AMD എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ AMD ചിപ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, AMD ചിപ്സ്. അപ്പോ ഇവിടെ നമ്മുടെ ആന്ത്രോപിക് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് അഥവാ AMD എന്ന് പറഞ്ഞ കമ്പനിയാണ്, AMD. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് AMD സൈൻഡ് എ ഡീൽ വിത്ത് Anthropic for tens of billions of dollars worth of AI servers. അങ്ങനെ AMD ഇതിന്റെ ഈ ഒരു ഡീലിന്റെ ഭാഗമായിട്ട് AMD $5 billion ഇൻവെസ്റ്റ്മെന്റ് ആണ് ആന്ത്രോപിക്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്താണ്, ഇവരുടെ ഒരു AI ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെയും അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരുന്നത്. നിങ്ങളിപ്പോ ഗെയിംസ് ഒക്കെ നന്നായി കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ AMD ചിപ്സെറ്റ് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഇപ്പോൾ PlayStation 5, PS5ലും പിന്നെ Xbox എന്നുള്ള ഗെയിമിംഗ് സെറ്റിലൊക്കെ AMDയുടെ ചിപ്സ് ആണ് ഉള്ളത്. അപ്പോ ആ AMD എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Who is the captain of the Indian men's national team at the 2026 FIH Hockey World Cup? എന്താണ് FIH Hockey World Cup? ഫെഡറേഷൻ ഓഫ് ഹോക്കി എന്നാണ് FIH. അതൊരു ഫ്രഞ്ച് ടേം ആണ്. അപ്പോൾ ഫെഡറേഷൻ ഓഫ് ഹോക്കി എന്നാണ് അതിന്റെ, അതും ഇംഗ്ലീഷിൽ പറയാം നമ്മൾ. അപ്പൊ ആ ഹോക്കി വേൾഡ് കപ്പിന്റെ ക്യാപ്റ്റൻ ആരാണെന്നാണ് ചോദ്യം. അപ്പോ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ജർമൻപ്രീത് സിംഗ്, മൻദീപ് സിംഗ്, മൻപ്രീത് സിംഗ്, ഹർമൻപ്രീത് സിംഗ്, സുഖ്ജീത് സിംഗ്, അങ്ങനെ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോ ഇപ്രാവശ്യത്തെ 2026 വേൾഡ് കപ്പ് ഹോക്കി വേൾഡ് കപ്പിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് കേട്ടോ, ഹർമൻപ്രീത് സിംഗ്. അപ്പോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോ ഒരു 20 മെമ്പർ ഹോക്കി സ്ക്വാഡിനെയാണ് ഇപ്പൊ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈ വർഷത്തെ 2026 ഹോക്കി വേൾഡ് കപ്പ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ബെൽജിയം ആൻഡ് നെതർലാൻഡ്സ്. ഓക്കെ, അപ്പോ ഹോക്കി വേൾഡ് കപ്പ് ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്പോർട്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഏത് എക്സാംസിലായാലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പൊ നമുക്ക് 2026 എന്ന് പറഞ്ഞാൽ ഹോക്കി വേൾഡ് കപ്പിന്റെ ഇയർ ആണ്. അപ്പൊ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ബെൽജിയം ആൻഡ് നെതർലാൻഡ്സിലാണ് നടക്കുന്നത്. അപ്പൊ ഇന്ത്യയിലത്തെ ഗ്രൂപ്പ്സ് ആരൊക്കെയാണ് വരുന്നത്? ഇംഗ്ലണ്ട് വരുന്നുണ്ട്, പാകിസ്ഥാൻ വരുന്നുണ്ട്, വെയിൽസ്. ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും സംശയം വരും, വെയിൽസും ഇംഗ്ലണ്ടും സെയിം അല്ലേ എന്ന് ഒരു ഡൗട്ട് വരും. അപ്പോ നമുക്കറിയാം UK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺട്രി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? UK, യുണൈറ്റഡ് കിങ്ഡം. വാട്ട് ഈസ് യുണൈറ്റഡ് കിങ്ഡം? കുറച്ച് കിങ്ഡംസ് യുണൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ ഒരു കൺട്രിയാണ് UAE. എന്താണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. കുറച്ച് എമിറേറ്റ്സ് യുണൈറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു കൺട്രിയാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ദുബായ് ഒരു എമിറേറ്റ് ആണ്, അല്ലെങ്കിൽ അബുദാബി ഒരു എമിറേറ്റ് ആണ്. അങ്ങനെ കുറച്ച് എമിറേറ്റ്സ് ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് കിങ്ഡംസ് യൂണിഫൈ ചെയ്തിട്ടുണ്ടായ ഒരു സ്ഥലമാണ് UK. അതിലുള്ള ഒരു കിങ്ഡമാണ് വെയിൽസ്, അതിലുള്ള വേറൊരു കിങ്ഡമാണ് ഇംഗ്ലണ്ട്. അപ്പോ ഇവർക്ക് ഇപ്പൊ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടും വെയിൽസും വേറെ വേറെ സ്പോർട്സ് ടീമുകളായിട്ട് ഇരിക്കുക. പക്ഷെ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു UK എന്ന് പറഞ്ഞൊരു കൺട്രി ആയിട്ടാണ് ഇരിക്കുക. അപ്പോ ഇനി അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, 2023 വേൾഡ് കപ്പ്. 2023 വേൾഡ് കപ്പ് എവിടെയാണ് നടന്നത്? അത് ഇന്ത്യയിലാണ് നടന്നത്. ഓക്കെ, 2023 വേൾഡ് കപ്പ് ഇന്ത്യയിലാണ് നടന്നത്. അത് ഒഡീഷയിൽ വെച്ചിട്ടാണ് നടന്നത്. ഒഡീഷയിൽ ഭുവനേശ്വറിലും റൂർക്കലയിലും വെച്ചിട്ടാണ് അത് മെയിൻ ആയിട്ട് നടന്നത്. അന്നത്തെ 2023 വേൾഡ് കപ്പ് വിന്നർ ആരായിരുന്നു? ജർമ്മനി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ 2024 ഒളിമ്പിക്സിൽ ഹോക്കി ടീം വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിരുന്നു. നമുക്ക് നമ്മുടെ മലയാളിയായിട്ടുള്ള ഗോൾ കീപ്പർ ശ്രീജേഷ് ഒക്കെ നന്നായി പെർഫോം ചെയ്തിരുന്നു. അന്ന് വെങ്കല മെഡൽ ഇന്ത്യക്ക് നേടാൻ സാധിച്ചിരുന്നു ആ ഹോക്കി ടീമിന്ന്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? In partnership with which state has the Union Minister for Development of the Northeastern Region, Jyotiraditya Scindia launched the Mission Golden Spice. Mission Golden Spice. അപ്പോൾ ഗോൾഡൻ സ്പൈസ് എന്താണെന്ന് നമുക്ക് അറിയണം. നമുക്ക് അതിലോട്ട് വരാം. അപ്പൊ ഏത് സ്റ്റേറ്റ് ആയിട്ടാണ് ഇതൊന്ന് നമുക്ക് സൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ലോഞ്ച്ഡ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആസാം, സെക്കൻഡ് ഓപ്ഷൻ മേഘാലയ, തേർഡ് ഓപ്ഷൻ ഇസ് മണിപ്പൂർ, ഫോർത്ത് ഓപ്ഷൻ സിക്കിം ആൻഡ് മിസോറാം. അപ്പോൾ
മിഷൻ ഗോൾഡൻ സ്പൈസ്. അപ്പൊ എന്താണ് ഗോൾഡൻ സ്പൈസ് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ ഗോൾഡൻ സ്പൈസ് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും മേ ബി. അപ്പൊ ഗോൾഡൻ സ്പൈസ് അത് എവിടെയാണ് കൂടുതലായിട്ടുള്ളത്, അപ്പൊ അത് ഏത് സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ഡെവലപ്മെന്റിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ സൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു NDA ഗവൺമെന്റ് വന്നപ്പോൾ. അപ്പൊ ആ നോർത്ത് ഈസ്റ്റേൺ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറെ സ്കീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ള ഒരു സ്കീമാണ് മിഷൻ ഗോൾഡൻ സ്പൈസ്. അപ്പൊ അത് ഏത് സ്റ്റേറ്റ് ആയിട്ടാണെന്നാണ് ചോദ്യം. അപ്പോ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് മേഘാലയാണ് കേട്ടോ, മേഘാലയാണ്. അപ്പോ ഇതാണ് എന്താ ലക്ഡോങ് ടേമറിക് എന്നാണ് പറയാ. ഒരു GI ടാഗ് ഉള്ള ഒരു ടേമറിക് ആണ്, നമ്മുടെ മഞ്ഞളാണ് ഇത്. മേഘാലയയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മഞ്ഞളാണ്. അപ്പൊ മഞ്ഞളുടെ സ്പെഷ്യാലിറ്റി, ഇപ്പൊ പലരും വീട്ടിലെ മഞ്ഞൾപ്പൊടി ഇട്ട മിൽക്ക് കുടിക്കാറുണ്ടായിരിക്കും. മഞ്ഞൾപ്പൊടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ആയുർവേദത്തിലൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വളരെ പറയുന്നുണ്ട്. ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് അങ്ങനെ ഒരുപാട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് മഞ്ഞളിനെ കാണുന്നത്. അപ്പൊ മഞ്ഞളിൽ ഉള്ളൊരു സാധനമാണ് കുർക്കുമിൻ എന്ന് പറയുന്നത്. കുർക്കുമിൻ, ഈ കുർക്കുമിൻ എന്ന് പറയുന്ന സാധനം പൊതുവെ എല്ലാ ടേമറിക്കിലും ഒരു 2 to maximum ഒരു 5% ഒക്കെ വരുള്ളൂ. അപ്പൊ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 7 to ഏകദേശം ഒരു 15% വരെയൊക്കെ അതിന്റെ അപ്പൊ ആ കുർക്കുമിൻ കണ്ടന്റ് ഉണ്ട്. അപ്പൊ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കണ്ടന്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് കൂടി ഇത് ഈ ഒരു ടേമറിക്കിന്റെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പൊ ആ ടേമറിക്കിന്റെ ടേമറിക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുണ്ടായി വന്ന ഒരു പ്രോജക്റ്റ് ആണ് മിഷൻ ഗോൾഡൻ സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ യൂണിയൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ ഇൻ പാർട്ണർഷിപ്പ് വിത്ത് ദ ഗവൺമെന്റ് ഓഫ് മേഘാലയ. നമ്മളോട് ചോദ്യം ഏതാണ്, ഏത് സ്റ്റേറ്റ് ആയിട്ടാണെന്നാണ്. മേഘാലയാണ് വരുന്നത്. അപ്പൊ 175 crore മിഷൻ ആണത് ടു പ്രൊമോട്ട് GI ടാഗ്ഡ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. നമ്മൾ ക്ലാസ്സിൽ പറയാറുള്ള കാര്യമാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ആ പ്രത്യേക ജോഗ്രഫി കാരണം ആ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും ടേസ്റ്റോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കളറോ എന്തെങ്കിലും, അത് മറ്റേ ഫുഡ് പ്രൊഡക്റ്റ് തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ GI ടാഗ് ഉള്ള പ്രൊഡക്ട്സ്, ഞാൻ എപ്പോഴും പറയാറ്, ന്യൂസ് വായിക്കുമ്പോൾ GI ടാഗ് പ്രൊഡക്ട്സ് എപ്പോഴും നോക്കണം. ഓരോ വർഷം പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ GI ടാഗ് ആയിട്ട് വരും. ഒരു എക്സാമ്പിൾ നമ്മുടെ ആറന്മുള കണ്ണാടി ഒരു GI ടാഗ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ GI ടാഗ്ഡ് ആയിട്ടുള്ള ടേമറിക് ആണ് ലക്ഡോങ് ടേമറിക്, നോൺ ഫോർ ഹാവിംഗ് ദ വേൾഡ്സ് ഹൈയസ്റ്റ് നാച്ചുറലി ഒക്കറിംഗ് കുർക്കുമിൻ കോണ്ടന്റ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുർക്കുമിൻ കണ്ടന്റ് ഉള്ള ഒരു ടേമറിക് ആണ് ഇത്. അപ്പോ അത് മേഘാലയയിലാണുള്ളത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായി, നമുക്ക് ആൻസർ മനസ്സിലായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കൂ, ശബ്ദലോഗ് India's first immersive language museum was inaugurated in. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, ന്യൂഡൽഹി ആൻഡ് പൂനെ. എവിടെയാണ്? ശബ്ദലോഗ്. അതായത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലാംഗ്വേജ് മ്യൂസിയം ആണ്, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലാംഗ്വേജ് മ്യൂസിയം ആണ്. അപ്പൊ ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കണം. നമുക്ക് ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള സിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ. അപ്പൊ ഇത് ശബ്ദലോഗ് എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്? ഇത് കൊൽക്കത്തയിലാണ് കേട്ടോ ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്, കൊൽക്കത്തയിലാണ്. അപ്പോ ഇതാണ് മ്യൂസിയം. അപ്പോ ഏതാണ് ഇനോഗ്രേറ്റഡ് ബൈ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ ആണ് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്. നാഷണൽ ലൈബ്രറി, കൊൽക്കത്തയിലത്തെ നാഷണൽ ലൈബ്രറി, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ് നാഷണൽ ലൈബ്രറി കൊൽക്കത്ത. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഇമ്മേഴ്സീവ് ലാംഗ്വേജ് മ്യൂസിയം ഡെഡിക്കേറ്റഡ് ടു ലാംഗ്വേജസ് എങ്ങനെയുണ്ടായി, ലാംഗ്വേജസിന്റെ ഒറിജിൻ എങ്ങനെയാണ്, ലാംഗ്വേജസ് കുറെ ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്, കുറെ സ്കൂൾ ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോ ദ്രവീഡിയൻ ലാംഗ്വേജ്, അപ്പൊ സാൻസ്ക്രിറ്റ് എങ്ങനെ ദ്രവീഡിയൻ ലാംഗ്വേജസിനെ മാറ്റി, എങ്ങനെയാണ് ലാംഗ്വേജസിന്റെ ഉത്ഭവം എന്നൊക്കെ പറയുന്ന, അതൊക്കെ വളരെ വ്യക്തമായി പറയുന്ന ഒരു മ്യൂസിയം ആണ്. അപ്പോ ഇത് ഷോസ് ദ എവല്യൂഷൻ ഓഫ് ലാംഗ്വേജസ്. നമ്മൾ പറഞ്ഞ ഇത് ഷോസ് ദ എവല്യൂഷൻ ഓഫ് ലാംഗ്വേജസ് ത്രൂ ഇന്ററാക്റ്റീവ് എക്സിബിറ്റ്സ് ഫീച്ചറിംഗ് പാണിനീസ് ഗ്രാമർ. നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് പാണിനി ഗ്രാമർ, ഒരു ഗ്രാമർ ടെക്സ്റ്റ്, സാൻസ്ക്രിറ്റ് ഗ്രാമർ ടെക്സ്റ്റ് രചിച്ച ഒരാളാണ് പാണിനി. അപ്പൊ പാണിനിയുടെ ഗ്രാമർ, manuscripts, inscriptions and the printing press and digital archives, അങ്ങനെയുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ലാംഗ്വേജ് മ്യൂസിയം ആണ്. ഓക്കെ, ലാംഗ്വേജിനെ കുറിച്ച് ഞാനിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറയുകയാണ്. ലാംഗ്വേജസ് ഏത് പാർട്ടിലാണ്, ഏത് ഷെഡ്യൂളിലാണ് ലാംഗ്വേജസ് പറയുന്നത്? നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ നമുക്കറിയാം കുറച്ച് ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പൊ അതിൽ ഏത് ഷെഡ്യൂളിലാണ് ലാംഗ്വേജസ് പറയുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, ഏത് ഷെഡ്യൂളിലാണ് ലാംഗ്വേജസ് പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ?
who has been selected for the prestigious 2026 Lokmanya Tilak National Award. ആർക്കാണ് 2026 ലോക്മാന്യ തിലക് നാഷണൽ അവാർഡ് എന്നാണ് നമുക്ക് ഇവിടെ ചോദ്യം. ഓപ്ഷൻ 1 ആണ് സുബ്രഹ്മണ്യൻ ജയശങ്കർ. സുബ്രഹ്മണ്യൻ ജയശങ്കർ ആരാണ്? എസ് ജയശങ്കർ ആണ് കേട്ടോ. എസ് ജയശങ്കർ, ഞാൻ തൽക്കാലം എസ് ജെ എന്ന് എഴുതാം. വിക്രം മിശ്രി, പരാഗ് ജെയിൻ, അജിത് ഡോവൽ ആൻഡ് മഹേഷ് ദീക്ഷിത്. ഇതിൽ ആർക്കാണ് ലോക്മാന്യ തിലക് നാഷണൽ അവാർഡ് എന്നാണ്. അപ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അജിത് ഡോവൽ ആണ്. അജിത് ഡോവൽ ആരാണ്? അജിത് ഡോവൽ. അജിത് ഡോവൽ ഇസ് ദ ഇന്ത്യസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് അജിത് ഡോവൽ. NSA എന്ന് പറയും, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അതായത് ഇന്ത്യയുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരാളെയാണ് NSA എന്ന് പറയും. ഹീസ് ആൻ IPS ഓഫീസർ. അദ്ദേഹം കേരള കേഡറിൽ വർക്ക് ചെയ്തിരുന്ന ഒരു IPS ഓഫീസർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം IB-ലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഹീ സെലക്ടഡ് ഫോർ ദ 2026 ലോക്മാന്യ തിലക് നാഷണൽ അവാർഡ്. ഇത് ഓഗസ്റ്റ് 1 പൂനെയിൽ വെച്ചിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഹീസ് ബീങ് ഓണേർഡ് ഫോർ ഹിസ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യസ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സ്ട്രാറ്റജിക് അഫെയർ. ഇപ്പോൾ നമുക്ക് ബലാൻകോട്ട്, പിന്നെ ഉറി സർജിക്കൽ സ്ട്രൈക്ക്, ബലാൻകോട്ട് സ്ട്രൈക്ക് ഒക്കെ നമ്മൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു ആൾ എന്ന് പറയുന്നത് അജിത് ഡോവൽ സർ ആണ്. അദ്ദേഹം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ്. The award will be presented on 1st August 2026 in Pune on the 106th death anniversary of Lokmanya Balad Gangadhar Tilak. Okay. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? Which quick commerce platform partnered with the Hindustan Petroleum Corporation Limited (HPCL) to launch India's first on-demand LPG cylinder delivery services? അതായത് നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ നമ്മൾ ഇപ്പോൾ ഷവർമയോ അല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യുന്ന പോലെ നമുക്ക് ഇനി LPG സിലിണ്ടർ ഓർഡർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പലർക്കും ഇത് അറിയായിരിക്കും, ഇത് ആരാണ്, ഇത് ഏത് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ ബ്ലിങ്കിറ്റ് ഉണ്ട് ഓപ്ഷൻസിൽ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് ഉണ്ട്, സെപ്റ്റോ ഉണ്ട്, പിന്നെ ഫ്ലിപ്കാർട്ട് മിനിറ്റ്സ്, അതുപോലെ തന്നെ ആമസോൺ നൗ. ഇതിൽ ഏത് കമ്പനിയാണ് നമുക്ക് HPCL, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഗ്യാസ് സിലിണ്ടർ ഓർഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഏതാണ് ആൻസർ? ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കിയേ, സ്വിഗ്ഗിയാണ് അത് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് പാർട്ട്നേർഡ് വിത്ത് HPCL ആയിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ് ടു ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് ഓൺ ഡിമാൻഡ് LPG സിലിണ്ടർ ഡെലിവറി. അപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിലൊക്കെ, ഇൻസ്റ്റാമാർട്ടിൽ നമുക്ക് LPG സിലിണ്ടറും കൂടി ഓർഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്കൊരു കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ വേണം. ഗ്യാസ് കണക്ഷൻ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് എവിടെയാണ് ലോഞ്ച് ചെയ്തത്? നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയിട്ടില്ല. ഇത് ബാംഗ്ലൂരാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്, സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വൈകാതെ തന്നെ നമുക്ക് ഗ്യാസുകാരനൊന്നും തപ്പി ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വിഗ്ഗിയിലോ ഇനി അത് കൂടുതൽ പ്ലാറ്റ്ഫോംസിലേക്ക് എത്തും. നമുക്ക് ആമസോണിലോ ഒക്കെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും എന്നൊരു ഓപ്ഷൻ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉടൻ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ജൂലൈ 17 മുതൽ 24 വരെയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പലതും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നമുക്ക് ഇനി വരുന്ന വീക്കിലെ വീഡിയോസ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കീപ് ലേണിംഗ്. നമുക്കറിയാം ഓഗസ്റ്റ് 1-2 തീയതികളാണ് നമ്മുടെ SBI PU എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ പ്രിപ്പറേഷന്റെ ഫൈനൽ സ്റ്റേജിലായിരിക്കും. നിങ്ങൾ അതേ സ്ട്രാറ്റജീസ് ചെയ്തിട്ട് തന്നെ പോവാം. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പത്രം വായിക്കുക നന്നായിട്ട്. നമ്മൾ അതിലൊരു ടേം കണ്ടു, ഇപ്പൊ FDI എന്നൊരു ടേം കണ്ടെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, എന്താണ് സംഭവം എന്ന് നോക്കുക. നിങ്ങൾ ഒന്ന് കുറച്ച് നാൾ, ഒരു 2-3 months നിങ്ങൾ ഈ ഒരു എക്സസൈസ് തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ജനറൽ അവയർനെസ്, നിങ്ങൾക്ക് ജോലി കിട്ടണോ വേണ്ടോ തീരുമാനിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ജനറൽ അവയർനെസ്. നമുക്ക് ഒരു മെയിൻസ് ലെവലിലാണ് നമുക്ക് ബാങ്കിൽ വരുന്നത്. ബാക്കിയുള്ള എല്ലാ എക്സാംസിനും RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഇനി നെക്സ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.